നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മൾ കണ്ടിരിക്കേണ്ട ചില റീലുകൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ട ചില ആവശ്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് അത്രയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാലും മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളാണ് ഈ ഒരു റീലുകൾ എനിക്ക് അയച്ചു തന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം ഒത്തിരിയധികം വിറ്റുകൾ കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള റീലുകളുമായി അടുത്തയാഴ്ച വരാമെന്നുള്ളത്. അത്തരത്തിലുള്ള ചില റീലുകളിലേക്ക് പോവേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത്, UP എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കുന്ന എന്താണ്, അവിടെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെക്കാളിലും ബുദ്ധി നിലവാരം കുറഞ്ഞ കുറേയധികം ആളുകളാണ് കൂടുതലായിട്ടുള്ളത്, അവരാണ് അവിടുത്തെ മജോറിറ്റി എന്നുള്ളതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ചകളിൽ കുറേയധികം പോസ്റ്റുകളിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു, ഒത്തിരിയധികം കോമൺ സെൻസ് ഉള്ള യുവതലമുറ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അവർ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അമ്പലമല്ല വേണ്ടത്, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത്, തൊഴിലുകളാണ് വേണ്ടത് എന്നൊക്കെ അവർ ഉറക്കെ പറയുന്നുണ്ട്. അതൊരു വലിയ പ്രതീക്ഷയാണ്. അത് കണ്ടപ്പോഴത്തേന് എനിക്ക് വലിയ ആശ്വാസം തോന്നി. അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയുണ്ട്. രജനീകാന്ത് സംഘിയല്ല എന്ന് മകൾ പറയുന്നു. സംഘിയായിരുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യത്വം കൂടുതൽ ആവശ്യമുള്ള ലാൽസലാം എന്നൊരു സിനിമ അദ്ദേഹം ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞത്. സംഘി എന്ന വിളിപ്പേര് ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അപമാനമാണ്, എസ്പെഷ്യലി ഇൻ കേരള ആൻഡ് തമിഴ്നാട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്, വ്യക്തിത്വത്തെ ആളുകൾ അപമാനിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴായിരിക്കാം രജനീകാന്തിൻ്റെ മകൾക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നിയത്. സംഖ്യയാവാനായിട്ട് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു തീവ്ര ഹിന്ദുത്വ ആയിരിക്കണം ഉള്ളിൽ, അല്ല എന്നുണ്ടെങ്കിൽ തീവ്ര ഇസ്ലാം മത വിദ്വേഷം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിദ്വേഷം ഉണ്ടായിരിക്കണം ഉള്ളിൽ. അല്ലാതെ സംഖ്യയാവാനായിട്ട് വേറെ ഒരു കാരണവുമില്ല. BJPക്ക് എന്തെങ്കിലും എടുത്തു പറയത്തക്ക ഭരണ നേട്ടമില്ല, അമ്പലം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഭരണ നേട്ടമില്ല. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് അച്ചീവ്മെൻറ്റ്സുകളില്ല. മികച്ച ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടില്ല. പിന്നെ ഏത് റീസണാണുള്ളത് ഒരാൾ സംഖ്യാവാനും വേണ്ടി? അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ രാജ്യത്തുടനീളം ആളുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് പ്രതീക്ഷയാണ്. മോദിക്ക് ശേഷം, അമിത്ഷായ്ക്ക് ശേഷം പിന്നെ എന്ത് എന്നുള്ള ഒരു ചോദ്യം ആലോചിക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷ തോന്നുന്നത് ശരിയാണ്. ഈ ഒരു റിയൽ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ടഫാണ്. എത്രത്തോളം നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഭഗവാനെ, ഞാൻ പറഞ്ഞില്ല കേസ്, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്തവരെ അറിഞ്ഞൂടാ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇത് അത്രത്തോളം വിശ്വസിച്ച് ആത്മാർത്ഥതയോട് ഉള്ളുരുകി ചെയ്യുന്ന കർമ്മമാണ്. അപ്പോൾ മുരുകനെ വിശ്വസിച്ച മുരുകനുള്ള ഫലവും നമുക്ക് തരും. നോർത്ത് ഇന്ത്യയിലെ കമ്മോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ജെൻഡർ ഉരുത്തിരിഞ്ഞു വരുന്നു. ആ ഒരു ജെൻഡറിൽ കുറേയധികം ആളുകൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്, മോഡി സെക്ഷൽ ആയിട്ടുള്ള ആളുകൾ. അവർക്ക് റൊട്ടി നെയ് ചായയെ, ഗർ നെയ് ചായയെ, ഉള്ളി മന്ദിർ ചായയെ, മോഡി ചായയെ എന്നുള്ളതാണ് അവർ നാഴികയ്ക്ക് നാപ്പോട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള റീൽ റിയാക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഭീകര വിറ്റാണ്. വെളിവ് ചാഹിയെ, വിവരം ചാഹിയെ, ബോധം ചാഹിയെ. ഇതിൻ്റെ താഴെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് പറയുന്ന ആളുകളുണ്ട്. വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ വിവരം വെക്കുമോ, വിവരം വെക്കില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള കുറേയധികം റീലുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കാണാനായിട്ട് സാധിച്ചു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി വിദേശത്തേക്ക് പോയ ആളുകളാണ് അത്തരത്തിലുള്ള കോമഡികളൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ കോമഡി. അങ്ങനെ അമേരിക്കയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും കുടിയേറിപ്പോയ ആളുകൾ അവിടെ കാണിച്ച ചില വിറ്റുകൾ കാണിക്കാം. ഇതിലെ മ്യൂസിക് ഞാൻ അലങ്കോലപ്പെടുത്തും കേട്ടോ, കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. रघुकुन लंदन अब आएंगे, दासी की झोपड़िया, रामा रामा रटते रटते बीते रे उमरिया. तो कितना सौभाग्य है कि 500-ലധികം ടെസ്ല കാറുകളുമായിട്ട് നടത്തിയ ഒരു റോഡ് ഷോ ആണ് നമുക്ക് ഈ ഒരു വിഷ്വലിൽ കാണാനായിട്ട് സാധിച്ചത്. ഈ പറയുന്ന ആളുകളൊന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളല്ല. അവർക്കിത് പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇവിടെ നമുക്ക് കാഴ്ച കാണാനല്ലേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ദാരിദ്ര്യ ടൂറിസം നടത്തുന്ന ഒരു സ്ഥലമല്ല. അവരൊന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. അവർ അവിടെ അവരുടെ സുഖശീതള ചായയിലിരുന്ന് പണം സമ്പാദിച്ച് നാട്ടിലെ വർഗീയ പ്രവർത്തനങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അത് എല്ലാ ആളുകൾക്കും അങ്ങനെയാണ് കേട്ടോ. ഇപ്പം കുടിയേറി പോകുന്ന അഭയാർത്ഥികളായിട്ട് പോകുന്ന ആൾക്കാരും ഇത്തിരി പൈസ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ വന്നത്, എവിടെ നിന്നാണോ കെട്ടിപ്പറക്കി ഓടിയത്, അവിടേക്ക് ഫണ്ട് ചെയ്യും. എന്നിട്ട് അവിടെ ഈ പറയുന്ന വർഗീയ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ അധികാരം സ്ഥാപിക്കുന്നത് വിദേശത്ത് നിന്ന്, വിദൂരത്ത് നിന്ന് കണ്ട് സന്തോഷിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഹമാസിൽ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരും, അങ്ങനെയുള്ള ആൾക്കാരാണ് ഹമാസിൻ്റെ നേതാക്കളും.
നമ്മൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. സൗദിയിൽ MBS അതിനകത്തൊരു വ്യത്യാസം കൊണ്ടുവന്നു. വിദേശത്ത് അങ്ങനെ പൈസ അടിച്ച് പോയി സൂഹിക്കുന്നവന്മാരൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് കൊമ്പിനടിച്ച് പൈസയൊക്കെ തിരിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വേറൊരു സംഗതി. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അതേപോലെ തന്നെയുള്ളൊരു വീഡിയോ ആണ്. तो अब मैंने इसमें जोड़ा रघुकुन लंदन अब आएंगे दासी की झोपड़िया रामा रामा रटते रटते बीते रे उमरिया। तो कितना सौभाग्य है कि राम मंदिर की प्राण प्रतिष्ठा के साथ एक राम राज्य की नींव रखी जा रही है कि हम राम जी के आदर्शों पर, उनकी मर्यादाओं पर, उनके മതം കൊണ്ട് മുടിഞ്ഞുപോയ രാജ്യങ്ങളിൽ നിന്ന് ഗതിയില്ലാതെ ഓടി വന്നിട്ടുള്ള ആളുകൾക്ക് അഭയം കൊടുത്ത പല യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവറ്റകളെല്ലാം കൂടെ വഴിയിൽ ഇറങ്ങിയിട്ട് സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ സംഘടനാ ശക്തി, സംഘശക്തി അങ്ങോട്ട് കാണിക്കും. ഇതൊരു ശക്തി പ്രകടനമാണ്. അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രതീകമല്ല, അധികാര സ്ഥാപനത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയിലെ പ്രബല വിഭാഗം ഞങ്ങളാണ്, ഇന്ത്യ രാമന്റെ രാജ്യമാണ് എന്ന് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വെറും 112 റാമുള്ള കുറേയധികം ആളുകളുടെ ഈ ഷോ ഓഫാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിതിട്ട് അതിൻ്റെ മുകളിൽ ഷോ കാണിക്കുന്ന ആ ഒരു ദാരിദ്ര്യാവസ്ഥയും അതിനെക്കുറിച്ചിട്ട് വേറൊന്നും പറയാനില്ല. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ റൈഡൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇവന്മാർ ഈ കാവിക്കോണകം കഴുത്തക്കെട്ടിട്ട് വരുന്നവന്മാരെ കാണുന്ന സമയത്ത് അവർ ജയ് ശ്രീറാം പറയുന്ന സമയത്ത് ജയ് ശ്രീറാം പറയുന്നത് പോലെ അഭിനയിക്കെങ്കിലും ചെയ്തേക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം അമ്മമാരുടെ ലൈഫ് എന്ന് പറയുന്ന അത്രേ ഉള്ളൂ, അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഹിന്ദുത്വ സെക്ഷലായിട്ടുള്ള ആൾക്കാരും മോഡി സെക്ഷലായിട്ടുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്ന അതാണ്. അവനത് പറഞ്ഞു കൊടുത്ത് അവന് നിർവൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവനത് വലിയ പ്രശ്നമാണ്. കാരണം അവൻ്റെ ലോകം അത്ര ചെറുതാണ്, അവൻ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കുറേയധികം വാർത്തകൾ നമ്മൾ കേട്ടതാണ്. യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനത്തെ കുറിച്ചിട്ട് നമ്മളെപ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി കേസെടുത്തിട്ട് അത് ന്യൂനപക്ഷക്കാരനെതിരെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് അവർ ബുൾഡോസർ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട് ഇടിച്ച് നിരത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ കട ഇടിച്ച് നിരത്തും. ചോദിക്കലും പറയലൊന്നുമില്ല. ഏതെങ്കിലും ഒരു കേസിൽ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂനപക്ഷക്കാരനോ താഴ്ന്ന ജാതിക്കാരനോ ഹിന്ദുത്വക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാളോ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബുൾഡോസർ രാജാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. गांधी परिवार ने करा क्या है इस देश में जो आज हम खड़े क्यों खड़े? मोदी, बस मोदी की वजह से। हाँ, क्या कर दिया मोदी जी ने? G20 होस्ट करा। बोलो ना, तुम कह रहे हो मोदी ने किया क्या है? अमेरिका क्या कहता था? क्या हो तुम? आज हम कहते तू क्या है बे? हमें 2014 से पहले हमारी फौज इंतजार करती थी। अरे सर मर रहे हैं और ऑर्डर दे दो हमें, मर रहे हम क्या करें? मरते रहो यार, सामने वाले हमारे लिए इम्पोर्टेंट है। आज तुम्हें जो करना कर लो भाई, बाकी मैं संभाल लूंगा। ये है मोदी, ये है मोदी। और फिर कहते हो मोदी क्यों चाहिए? अरे हमें चाहिए मोदी। तुम ये कह रहे हो महंगाई, भाई 15,000 का आटा होगा ना हम तो भी ले लेंगे, 2,000 का आटा होगा हम तो तब भी ले लेंगे। മോഡി ചായേ മണ്ടർ ചായേ. ഇതിന്റെ താഴെയുള്ള കമന്റ് ഉണ്ട്. ബ്രോ തിങ്സ് G20 വാസ് എ ഹൗസ് പാർട്ടി ഹോസ്റ്റ് ബൈ മോഡി. ബ്രോ ഇസ് മോഡി സെക്ഷൽ. സംഘ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ്. എന്ത് പറയും? മോഡി വന്നതിന് ശേഷം അടിസ്ഥാന വർഗത്തിന് എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിന് എന്ത് പറയും? എത്ര സംഖ്യയാണെന്നുണ്ടെങ്കിലും എന്ത് പറയും? ഒന്നുമില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒന്നുമില്ല. ഒരു മന്ദിർ മാത്രമുണ്ട്. ഇലക്ഷന് മുൻപ് കൊണ്ടുപിടിച്ച് അത് അങ്ങോട്ട് ഉദ്ഘാടിച്ചു, പ്രാണപ്രതിഷ്ഠ നടത്തി. ഇനിയിപ്പം എല്ലാവർക്കും ഭക്ഷണം കിട്ടുമല്ലോ. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾക്കകത്തെ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്കപ്പുറം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കാഴ്ചകളാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പുള്ളി പറയുന്നതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അമ്പലം പണിത് കഴിഞ്ഞാൽ ടൂറിസം വളരും, അങ്ങടേക്ക് ആൾക്കാർ വരും, തൊഴിൽ കിട്ടും. ഈ തൊഴിൽ കിട്ടുക എന്ന് പറയുമ്പോൾ എന്ത് തൊഴിലാണ് കിട്ടുന്നത്? ഇപ്പോൾ അയോധ്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയോധ്യയിൽ നിന്ന് അന്നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെ, രാമക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള അന്നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ഒഴിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് ഹോട്ടൽ കെട്ടാൻ വേണ്ടിയുള്ള സ്ഥലം കൊടുക്കാൻ വേണ്ടി. അവരുടെ നിന്ന് സ്ഥലം ചുളുവിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് മറിച്ചു കൊടുത്തു. അമിതാഭ് ബച്ചൻ അവിടെ സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങടേക്ക് കൊണ്ടുവരിക, അവർ രാമൻ്റെ കൂടെ ഇരുന്നോട്ടെ, രാമനുമായിട്ട് ചേർന്ന് ജീവിക്കട്ടെ. അപ്പോൾ അവർ ഫണ്ട് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അവരവിടെ എന്താ പറയുന്നത്, ഒരു വലിയ മുകൾ തട്ടിലുള്ള ഒരു വർഗമായിട്ട് ജീവിക്കുന്നു.
പാവപ്പെട്ടവൻ വീണ്ടും വീണ്ടും പുറന്തള്ളപ്പെടുന്നു. അതിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്, പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അധികം അത് കാണിക്കില്ല. എന്നാലും ഞാൻ എവിടെയോ തപ്പി ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. 30,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അയോധ്യ. രാംപത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തും പൊളിച്ചിട്ട വീടുകളും കടകളും കാണാം. മോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും കട്ടൌട്ടുകൾ പല കാഴ്ചകളും മറക്കുകയാണ്. സാവധാനം നടന്നാൽ അയോധ്യവാസികളുടെ സങ്കടം കണ്ടറിയാം. അയോധ്യയിൽ സരയൂ നദീതീരത്തെ നയാഘട്ട് മുതൽ സതത്ഗഞ്ച് വരെ 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള രാംപത്തിന്റെ ഓരങ്ങളിലെ 1100-ൽ പരം വീടുകളും കടകളും റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇതിനകം പൊളിച്ചു. സ്ഥലവും കെട്ടിടവും നഷ്ടമായവർക്ക് ലഭിച്ചത് തുച്ഛമായ പ്രതിഫലം മാത്രം. സ്വന്തമായും ഉണ്ടായിരുന്ന കടമുറിയുടെ 90% വരെ നഷ്ടമായവരുമുണ്ട് എന്നുള്ളതാണ്. സിറ്റി വളരുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള പാവങ്ങൾ വളരുക എന്നുള്ളതല്ല. നമ്മളൊക്കെ എന്താണ് വിചാരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വലിയ സ്ഥാപനം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. അല്ല, ആ ഒരു സ്ഥാപനം വരുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മികച്ചത് എന്ന് തോന്നുന്ന ഓഫറുകൾ നമ്മളുടെ സ്ഥലത്തിനും നമ്മളുടെ ആ ഒരു ലാൻഡിനും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് മികച്ചത് എന്ന് തോന്നുന്ന ഓഫറാണ് ആ ഒരു സമയത്ത്. നമുക്ക് രക്ഷപ്പെടാമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു എമൗണ്ടൊക്കെ ആയിരിക്കാം. അതിപ്പം യു പിയിലൊന്നും അങ്ങനെയല്ല, കിട്ടുന്നത് വാങ്ങിച്ച് അങ്ങോട്ടെങ്കിലും ഓടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോകും. കേരളത്തിലെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഇടങ്ങൾ, ഇപ്പോൾ മറൈൻ ഡ്രൈവ്, ലുലു മാള്, ഇപ്പോൾ തിരുവനന്തപുരത്തെ ലുലു മാള്, ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രൊജക്റ്റുകൾ ആർക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നത്? അത് വളരെ അധികം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, അതുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് മാറ്റിവിടും. ലോകത്തിൻ്റെ പല നാടുകളിലും അങ്ങനെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടയ്ക്ക് ഒരു പോസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വരുന്നത്, ചുറ്റിനും വലിയ ബിൽഡിങ്ങുകളാണ്. ഒരാൾ മാത്രം തൻ്റെ സ്ഥലം റോഡ് വികസനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവിടെയുള്ള സിറ്റി വികസനത്തിന് വേണ്ടിയും കൊടുക്കാൻ മടിച്ചു. അപ്പോൾ എന്ത് കാണിച്ചു? അയാളുടെ ചുറ്റിനും ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊക്കി വെച്ചു. അയാൾ അതിൻ്റെ അകത്ത് ഞെരുങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു ഞെരുങ്ങിപ്പോയത് ഒരു റിയാലിറ്റി കാണിച്ചു തരുന്നുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഞെരുക്കിക്കളയും. അതാണ് അവസ്ഥ. ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ റീഷെയർ ചെയ്യപ്പെട്ട ഒരു റീലിലേക്ക് പോവാം. ഈ ഭഗവാനെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ആണല്ലോ, ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. നിങ്ങൾ ഭഗവാനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഭഗവാനാണോ? ഭഗവാനല്ല, പക്ഷെ ഭഗവാനെ ഞാൻ ഉണ്ടാക്കും. ഈ തൊഴിൽ ഞങ്ങളുടെ കുലത്തൊഴിലാണെന്നേ. എന്തിനാ ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? എന്തിനാണെന്ന് ചോദിച്ചാൽ പൂജിക്കാൻ വേണ്ടി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആള് വേണ്ടേ? അല്ല, ഇതിലെ ട്രാൻസ്മീറ്റർ വല്ലതുണ്ടോ? ഭഗവാൻ നിങ്ങൾ പറയുന്നത് എങ്ങനെ കേൾക്കുന്നേ? ദൈവത്തിന് ട്രാൻസ്മീറ്റർ ഉണ്ടെന്ന് ആവശ്യമില്ല എന്റെ മോനെ. ഡയറക്റ്റ് ആയിട്ട് എല്ലാം കേട്ടോളൂ. ഡയറക്റ്റ് ആയിട്ട് ദൈവം കേൾക്കുമെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമൊക്കെ എന്താ? നിങ്ങളുടെ മൂഡ് ചെറിയ രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിൽ പ്രതീക്ഷ ഇത്തിരിയെങ്കിലും ഇട്ടു തരാൻ വേണ്ടി ഞാൻ ഒരു പയ്യനെ കാട്ടിത്തരാം. क्या बीजेपी मंदिर बना रही है? अपने मंदिर लेकर हमारा खर्च चलेगा? अपने मंदिर अपने ये छोटा सा बच्चा है, क्या नाम बेटा आपका? आदर्श राज। आदर्श राज। बाबा के लिए हम मंदिर का सवाल पूछ रहे हैं, तो आप क्या कह रहे हैं बीच में, वो बताइए। बोल रहे हैं कि मंदिर से भिखारी बढ़ेंगे। ഇവർ പറയുന്നത് റിയാലിറ്റിയാണ്. ഇപ്പോൾ അവിടെ ഒരു മന്ദിർ പണിതു, ഒരു ടെമ്പിൾ പണിതു. അതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണ്? അവിടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ചെറുകിട ബിസിനസ്സുകൾ, വരുമാന സ്രോതസ്സുകൾ, സാധാരണക്കാരൻ്റെ എല്ലാ സാധ്യതകളും, അവൻ്റെ ഒരു കട എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. അവനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവന് വേറൊരിടത്ത് പോയിട്ട് അത് ചെയ്യാനായിട്ട് വലിയ ടഫാണ്. അത് അവനൊരു സിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് വലിയ ടഫാണ്. അതുപോലുള്ള ആളുകൾ കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്ഥിരം വരുന്ന സംഭവം പോലെ ഇവർ പറയുന്നത് പോലെ കുറേയധികം ഭിക്ഷക്കാരുടെ എണ്ണം ഇങ്ങനെ ചുറ്റുപാടുകളിലും കൂടും. അല്ലെങ്കിൽ ആ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറുകിട തട്ടിപ്പുകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇന്ത്യയിലെ ഏത് തരത്തിലുള്ള അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഏത് ടെമ്പിൾ സിറ്റി ആണെങ്കിലും ഇവിടെയെല്ലാം ഏറ്റവും കൂടുതലുള്ളത് തട്ടിപ്പാണ്. തട്ടിപ്പ് അത് വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും. അവിടെ ചെന്നാലും നിങ്ങൾക്ക് തട്ടിപ്പിന് ഇരയാവാനായിട്ട് പറ്റും. ഇന്ത്യയുടെ എല്ലാ ഇത്തരത്തിലുള്ള ടൗണുകളിലും അങ്ങനെ തട്ടിപ്പുകാരുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വേറെ വഴിയില്ല. അതിപ്പോൾ ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തട്ടിപ്പ്, ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തട്ടിക്കാനായിട്ട് വരുന്ന കുറേയധികം ആളുകൾ, റിക്ഷാവാലകൾ, ടാക്സി, എല്ലായിടത്തും സർവ്വമായ തട്ടിപ്പുകൾ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തട്ടിപ്പ്. ആ ഒരു തട്ടിപ്പുകാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് മാത്രമേ ഇതുപോലെയുള്ള നമ്മളുടെ ദീർഘവീക്ഷണമുള്ള പ്രൊജക്റ്റുകൾ വരുന്നത് വഴി സംഭവിക്കത്തുള്ളൂ. अरे नहीं भैया, पूजा होगी, भगवान सब कुछ देंगे। कुछ नहीं देंगे। भगवान क्या दे रहे हैं? भगवान कुछ नहीं दिए हमको। भगवान नौकरी देता है, भगवान शिक्षा देता है। बाबा नौकरी नहीं दिए, पढ़ेंगे तभी तो नौकरी मिलेगा। हमें नहीं पढ़ेंगे तो नहीं मिलेगा। विद्यालय रहेगा तो हमें शिक्षित होंगे तो हमें नौकरी मिलेगा। उस योग्य होंगे तब ना नौकरी मिलेगा हमें। बेटा घर घर में मंदिर होगा तो विकास होगा, आशीर्वाद होगा, कल्याण होगा, सब कुछ। आशीर्वाद हमको तो नहीं दे रहा भगवान आशीर्वाद। मंदिर नहीं जाते, स्कूल जाते हैं। स्कूल जाते हैं। आप पढ़े हैं? जी पढ़े हैं। आप क्या बनेंगे बड़े होके? सर IAS, UPSC की तैयारी करेंगे। यूपीएससी की तैयारी करेंगे? हाँ। फिर IAS बन के क्या करेंगे? IAS बन के समाज सेवा करेंगे। और क्या करेंगे? कैसी समाज सेवा?
जैसे कर रही है हमारी बहन जी, जैसे कर रही है विद्यालय जरूरी है, मंदिर जरूरी है। विद्यालय जरूरी है। सारे देश तो सुबह सुबह लोटा लेके चले जाते हैं और बोलते हैं कि भगवान हमारी मनोकामना पूरी कर दो, सूर्य देव को जल चढ़ा हम नहीं जाते ना, बेवकूफ है ना सर। नहीं, हम तो नहीं चढ़ाते सर, हम अपने गुरु को पूछते हैं, अपने मम्मी बाप को पूछते हैं, माँ बाप को पूछते हैं। हम तो नहीं चढ़ाते हैं जब, हम भी क्यों नहीं, हम लोग तो कोई भगवान का साइंटिस्ट IAS IPS और UPSC की तैयारी कैसे कर पाएंगे जब तक आप मंदिर नहीं जाएंगे तो? सर हम मंदिर नहीं जाएंगे, हम अपने माँ बाप से अब स्कूल जाएंगे, पढ़ेंगे तब कि भगवान हमको ज्ञान ला कर देंगे। कितनी उम्र है आपकी? भगवान हमको सर 13 साल। 13 साल में इतना ज्ञान काहे ले लिए भैया? सर स्कूल गए तब से ले लिए ना। अच्छा, और मंदिर जाते तो क्या हो जाता? मंदिर जाते तो हम वही फिर मांगना पड़ता हमको, भैया दे दो हमको, इधर दे दो भैया, 2 रुपए दे दो, 4 रुपए दे दो, यही मांगना पड़ता। लेकिन सारे तो बोल रहे हैं कि बीजेपी बहुत बढ़िया है। बीजेपी हमारे लिए तो नहीं बढ़िया है, हमारे लिए बढ़िया नहीं है, हमारे लिए तो बहन जी बढ़िया है। वाराणसी में आते हैं तो कहते हैं मुझे गंगा माँ ने बुलाया है। उनको फोन किए होंगे, हमको तो नहीं किया, हमको तो और सबको तो नहीं बुला रही है। मंदिर नहीं जा रहे भैया? नहीं है, मैं तो नहीं जा रहा। क्यों नहीं जाते? वैसे ही नहीं जाता, हमें कुछ मिलेगा ही नहीं मंदिर में, तो जाकर क्या करेंगे? जितना मंदिर में टाइम वेस्ट करेंगे उतना स्कूल में करेंगे तो कुछ और पढ़ेंगे। अच्छा, और ज्ञान मिलेगा। जो हमारे साथ है वो नहीं जाएंगे मंदिर। अच्छा, हमारे यार दोस्त जाते हैं मंदिर? नहीं, वो नहीं जाते? नहीं, हमारे गांव का और हमारे एरिया का कोई नहीं जाता है मंदिर। आपको हमारे गांव में मंदिर भी नहीं मिलेगा। कौन सी जाति से आते हैं? हम सब चमार हैं। चमार हो? इतना छीना ठोक के बोलते हो? सीना ठोक के बोलते हैं चमार। अरे डरते नहीं, छोटे से बच्चे इतने दमते हैं। हमें बाबा साहब ने संविधान लिखा है, हमें आरक्षण दिया है, तब हम बोल पा रहे हैं। बाबा साहब डॉक्टर BR अम्बेडकर को भी तो पूजते हैं, तो फिर मंदिर में काहे नहीं पूजते भैया? क्यों पूजे सर? बाबा साहब ने हमें आरक्षण दिया है, संविधान लिखा है, भगवान ने हमारे लिए किया आगे हम करें उनके लिए। ठीक है, राम का फोटो एक लगे, बाबा साहब का फोटो नहीं, राम का नहीं देना, हमको कोई दिया नहीं, हमको राम ने कुछ नहीं दिया है। हाँ, हमको तो नहीं दिया कुछ, हमको जो भी दिया है बाबा साहब ने दिया है, जो कुछ भी दिया है सब बाबा साहब ने, कांसी राम ने दिया है। लेकिन ऐसे बोला जाता है मुसलमान तो देश के लिए खतरा है, क्या बोलेंगे आप? कुछ खतरा नहीं है, कोई खतरा नहीं, ऐसे खतरे ऐसा नहीं करेंगे? नहीं, नहीं करेंगे, नहीं करेंगे, सबको लेके चलेंगे। IAS IPS UPS बन गए तो क्या करेंगे? UPSC की तैयारी करके? UPSC की तैयारी सर, IAS बनेंगे, हम समाज सेवा करेंगे। നമ്മളെപ്പോലുള്ള സാധാരണ ജനം, അടിസ്ഥാന വർഗത്തിലെ ഒരു മജോറിറ്റി എന്ന് ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നു. ഈ ഒരു കുട്ടി പറഞ്ഞതുപോലെ അംബേദ്കർ തന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും അംബേദ്കർ അടക്കമുള്ള ആളുകൾ എടുത്ത ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ടും എന്ന് മനസ്സിലാക്കുന്നു, അന്ന് ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം കറക്റ്റായിട്ട് കിട്ടും. ഇതിനെക്കുറിച്ചിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രസംഗം പറഞ്ഞ ഒരു ബാലനുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്, ഗംഭീരമായിരുന്നു. ആ ഒരു മോന് ആ ഒരു പ്രസംഗം എഴുതി കൊടുത്ത ഒരാളുണ്ട്. അതാരായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. കൂട്ടുകാരെ, എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. 1950 ജനുവരി 26 നമ്മൾ അഭിമാനത്തോടെ അനുസ്മരിക്കുകയാണ്. രാഷ്ട്രശില്പികളുടെ നേതൃത്വത്തിൽ ആണ്ടുകളുടെ അധ്വാനങ്ങളാൽ ഇന്ത്യക്ക് ലിഖിത ഭരണഘടനയുണ്ടായി. ജനാധിപത്യ, മതേതര, സോഷ്യലിസ്റ്റ്, പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് അധികകാലം നിലനിൽക്കാൻ ആകില്ലെന്ന്. കാരണം വിവിധ ജാതി, മത, ഭാഷ, വേഷ ഭിന്നതകൾ ഇന്ത്യയെ തകർക്കുമെന്ന്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് നമ്മുടെ രാജ്യം അതിജീവിച്ചു. ഏറ്റവും ശക്തമായ ഭരണഘടനയുടെ തണലിലാണ് ഇന്ത്യ നിലനിന്നത്. വ്യത്യസ്തതകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുഗാഥ രചിച്ച് ഇന്ത്യ മുന്നോട്ട് പോയി. ജാതി വിഭജനങ്ങളും സാമ്പത്തിക പരാധീനതകളും വിഭവ ചോർച്ചകളും കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും പരാജയപ്പെടാത്ത വിധം നമ്മെ കോർത്തു നിർത്തിയത് സുശക്തമായ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളിലൂടെ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകരുത്. ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെ രാഷ്ട്ര നായകർ ഓരോ മനുഷ്യന്റെയും അന്തസ്സുറ്റ നിലനിൽപ്പിന് വേണ്ടി നിലയുറപ്പിച്ചവരായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ്. കടക്കെണികൾ, അഴിമതിയുടെ വേദനകൾ, വർഗീയതയുടെ വിഷലിപ്ത ഭാവങ്ങൾ, അസഹിഷ്ണുതയുടെ ഭ്രാന്തമായ വെടിമുഴക്കങ്ങൾ, മണ്ണിന്റെ മണമുള്ള മനുഷ്യരുടെ നിലവിളികൾ, നിത്യദാരിദ്ര്യം ശീലിച്ച പരശരങ്ങൾ നമ്മുടെ രാജ്യത്തിന് പോറലേൽക്കരുത്. ഭരണഘടനയുടെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഇന്ത്യക്ക് കാവലിരിക്കാം. ജയ് ഹിന്ദ്.
പോസിറ്റീവായില്ലേ അതാണ് ഞാൻ കുറേ റീലുകൾ ആദ്യത്തെ കുറേ ചവറുകൾ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു അവസാനം ഇങ്ങനെയുള്ള 2 എണ്ണം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ളത്. ഇനി രാഷ്ട്രീയ രാമനെ മാറ്റിവെച്ചിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ചില പ്രശ്നങ്ങളിലേക്കും ചില റീലുകളിലേക്കും പോകാം. ഒന്നെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിലായിരിക്കണം, BPL കാർഡുള്ള സാധാരണക്കാരായ ഒരു ആളായിരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് BPL കാർഡ്, റേഷൻ കാർഡിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ അംബാനിയുടെ മോളായിട്ട് ജനിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഗുണം കാണും, എനിക്ക് എന്റെ ലൈഫ് കുറച്ചും കൂടെ നന്നായിട്ട് ഇതാക്കാം. ഇതിന് മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഒരു കുട്ടി പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് ഇതിന് മുൻപുള്ള കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൈയടിച്ചേനെ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മിഡിൽ ക്ലാസ് ട്രാപ്പാണിത്. ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മിഡിൽ ക്ലാസ്സുകാരൻ എപ്പോഴും താഴോട്ട് നോക്കും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, മുകളിലേക്ക് നോക്കും ജീവിത ആഗ്രഹങ്ങൾക്ക് വേണ്ടി. മിഡിൽ ക്ലാസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് താഴെ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി അംബാനിയുടെ ഒപ്പം എത്തുക എന്നുള്ളതാണ്. ശരിക്കും മിഡിൽ ക്ലാസ്സുകാരന് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അവൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കി, അവൻ്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി, അവൻ്റെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഓക്കെയാണ്. പക്ഷേ മിഡിൽ ക്ലാസ്സുകാരന് താഴെ നിന്നുള്ള ആനുകൂല്യങ്ങൾ വേണം, എന്നാൽ താഴെയുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. മുകളിലുള്ള ലൈഫ് സ്റ്റൈൽ വേണം, എന്നാൽ അവൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല. ഇത് കേൾക്കുന്ന സമയത്ത് കുറേയധികം ആളുകൾ വിയോജിപ്പുകളായിട്ട് വരും. എന്നിട്ട് പറയും മിഡിൽ ക്ലാസ്സുകാരനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾക്ക് സംവരണമില്ല, ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ, നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് സമ്മതിച്ചു തരും. അല്ലാതെ ഞാനൊന്നും അതിനകത്ത് പറയാൻ വേണ്ടി പോയില്ല. കാരണം അതൊരു സീക്രട്ടാണ്. ആ ഒരു സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്മാർട്ടായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സുകാരന് ഉയരാൻ പറ്റുന്ന ഇഷ്ടം പോലെ സാധ്യതകളുണ്ട് ഇന്ത്യ പോലുള്ള ഒരു വികസന രാജ്യത്ത്. ഇപ്പം ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞാനൊരു കാലത്ത് സ്വപ്നം കണ്ടിരുന്ന ജീവിത അവസ്ഥയിലാണ് ഞാനുള്ളത്. എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷേ ഞാൻ സ്വപ്നം കണ്ടത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഞാൻ അത്ര ചെറുതായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതൊരു മിഡിൽ ക്ലാസ്സുകാരനായതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. മിഡിൽ ക്ലാസ്സുകാരനായതുകൊണ്ട് പലയിടത്തും ഞാൻ തഴയപ്പെട്ടില്ല. മിഡിൽ ക്ലാസ്സുകാരനായതുകൊണ്ട് എനിക്ക് ചുറ്റിനും ഹെൽപ്പ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇത് പലപ്പോഴും നിങ്ങൾ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ പറ്റുന്ന താഴെയുള്ള ആളുകൾക്ക് കിട്ടിയെന്ന് വരില്ല. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ സാധ്യതകളുണ്ട് മിഡിൽ ക്ലാസ്സുകാരന്. മിഡിൽ ക്ലാസ്സുകാരന് ഈ പറയുന്ന മുകളിലേക്ക് റിച്ച് എന്ന് പറയുന്ന, സൂപ്പർ റിച്ച് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുള്ള മിഡിൽ ക്ലാസ്സുകാരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പൊസിഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആളുകളുടെ സാമ്പത്തികത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള ചില വായനകളൊക്കെ നടത്തുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ റിച്ചിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ക്ലാസ്സുകാരൻ പെട്ടെന്ന് റിച്ച് ആവും. അതിനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, മിഡിൽ ക്ലാസ്സാണ്, ചെറിയ ശമ്പളമുള്ളൂ. പക്ഷേ അവർക്ക് ഒരു ലോണ് കിട്ടും. ഓക്കെ, അവരുടെ കുട്ടിക്ക് വിദേശ വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കാനായിട്ട് പറ്റും. അവനൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിദേശത്തുള്ള ഒരു എഞ്ചിനീയറോ ഡോക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ഏതൊരു ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ പലപ്പോഴും താഴേക്കിടയിലില്ല. ഒരു ബാങ്കിൽ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകാരനാണ് എളുപ്പം. റിച്ചിന് പിന്നെ ആവശ്യമില്ല. മിഡിൽ ക്ലാസ്സുകാരനാണ് അത് അനുഭവിക്കുന്നത്. ആ ഒരു ലോണിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ താഴേക്കിടയിലുള്ളവന് കിട്ടില്ല. അവന് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ആര് ഗ്യാരണ്ടി കൊടുക്കും? ഗവൺമെൻറ് കൊടുക്കുക ഗ്യാരണ്ടി? ആരും കൊടുക്കത്തൊന്നുമില്ല. ഇത് വെറും തോന്നലാണ്. ഞാൻ ബേസിക്കായിട്ട് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് ഞാൻ സമ്മതിക്കും. பைக் நான் நல்லா தான் ஓட்டுவேன். நான் 12th இருந்து நான் ஓட்டிட்டு இருக்கேன். நல்லாவே ஓட்டுவேன் டிரைவ். பட் அவர் சொல்லியே இப்போ பக்கத்துல காய்கறி வாங்குறது கூட நான் அவரோட டிபெண்ட் எடுத்துக்கிறதா இருக்கு. தனியா நீ டிராவல் பண்ணா சரியா போக மாட்டே, உடம்பு முடியாது அப்படின்னு சொல்லி இப்ப தனியா டிராவல் பண்ணவே பயமா இருக்கும். நீ அறிவில்லாதவ பகுத்தறிவுள்ள ஒரு ஸ்டேஜ்ல ஆமா நான் முட்டாள்தான் நானே சொல்லி அது மனசுக்குள்ள அழுதுகிறது உண்டு சார். எனக்கு ஒன்றும் தெரியாதுன்னு அடிக்கடி சொல்லிட்டே இருப்பாரு சார். நான் வந்து ஃபீல் பண்ண ஆரம்பிச்சேன். ஏன்னா நான் மேரேஜுக்கு முன்னாடிலாம் ஒர்க் பண்ணியிருக்கேன். நிறைய சிஸ்டம் நாலேஜ் எல்லாமே இருக்கும். ஒரு டவுட் இவர்கிட்ட கேட்பேன், அன்னைக்கு தானே சொல்லி கொடுத்தேன், திரும்ப வந்தா கேட்பேன், அதெல்லாம் சொல்லி தர மாட்டேன் அப்படின்றவாரு. அதெல்லாம் உனக்கு தெரியாது அப்படின்றவாரா. ஓகே, நமக்கு எதுவுமே தெரியாது, நானும் டிசைட் பண்ணிக்கிட்டேன். அவர் அந்த ஆன்லைன் சொன்னதுக்கு அப்புறத்துல இருந்து நான் அந்த பக்கமே போறது இல்லைங்க சார். எதையுமே ஆன்லைன்ல ஆர்டர் பண்றது கிடையாது. தக்கல் டிக்கெட் புக் பண்றதுக்கோ திருப்பதி தரிசன டிக்கெட் புக் பண்றதுக்கோ நான் உட்காரது இல்லைங்க சார். நம்மளால அது கேன்சல் ஆயிடுச்சுன்னு சொல்லி வரக்கூடாது அப்படின்னு டெக்னிக்கல் திங்ஸ் நமக்கு வராதோ அப்படின்னு உங்களுக்கே தோண ஆரம்பிச்சு நானே யோசிக்க ஆரம்பிச்சேன் சார். பட் ஸ்டில் ஐ எம் வர்க்கிங் இன் IT கம்பெனி. பட் அந்த மாதிரி விஷயத்துல எல்லாம் தலையிடக்கூடாதுன்னு சொல்லி முடிவு பண்ணிட்டேன் சார். ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഞാനൊക്കെ തിരുത്തേണ്ട ചില സംഗതികളാണ്. പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ എസ്പെഷ്യലി ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. പല സാഹചര്യങ്ങളിലും തിരുത്തലുകൾ വേണ്ടി വരും. നമ്മൾ ഈ കെയർ കൊടുക്കുമല്ലോ ഭയങ്കരമായിട്ട്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ വലിയ രീതിയിൽ കെയർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ അങ്ങനെ കെയറിനകത്ത് റൊമാൻസ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. പലപ്പോഴും നമ്മുടെ ഈ കെയറിങ് കാരണം ചില കാര്യങ്ങളിൽ നിന്ന് അവരങ്ങോട്ട് വിട്ടു നിൽക്കും. അതിൻ്റെ ഏറ്റവും പ്രൈമറി എക്സാമ്പിളാണ് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത്, ഈവൻ അനിയത്തിയുടെ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്തും പാർട്ട്ണറുടെ വണ്ടി എടുക്കുന്ന സമയത്തും നമ്മളൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ ആണുങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി കയറുകയാണ്. ഞാനൊക്കെ ആണെങ്കിലും
ഇവർ വണ്ടിയായിട്ട് വരുന്ന സമയത്ത് അയാൾ മാറ്റിയിട്ട് കയറി അങ്ങ് ഓടിക്കുകയാണ്. അത് ശരിയല്ല, അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേന്, സ്ഥിരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അവർ ആ ഒരു കംഫർട്ട് സ്പേസിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ അവർ ആ ഒരു സ്കില്ലിൽ നിന്നിട്ട് പതുക്കെ ഔട്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് എനിക്ക് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. കാർത്തിക് സൂര്യ മീൻ ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർ ആ ഒരു സ്കില്ലിൽ നിന്ന് ചിലപ്പോൾ ബാക്ക് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, ഇപ്പം സ്ഥിരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ് ഒരാൾ ചെയ്തു തരാമെന്ന് പറയുകയാണ്, നിങ്ങളുടെ വണ്ടി ഓടിച്ചോളാം. ഞാൻ പല സമയത്തും പണ്ടൊക്കെ, ഇപ്പം ഇഷ്ടമാണ്, പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഫ്രീക്വൻറ്റ് ഡ്രൈവ് ഉള്ള സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ കുറച്ച് കാലം ഞാൻ അതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗിച്ച സമയത്ത് എനിക്ക് പിന്നീട് തീരെ പറ്റാണ്ടായി. ടൗണിലൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്ന സമയമൊക്കെ തീരെ അങ്ങോട്ട് പറ്റാണ്ടായി. അത് എന്താണ്, നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ബാക്കൗട്ട് ആവുന്നതാണ്, നമുക്കത് ബാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എസ്പെഷ്യലി കുടുംബ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഗതി ഇതാണ്. പക്ഷേ ഇതിന് വേറൊരു സൈഡ് ഉണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ വിവാഹത്തിന് ശേഷം, റിലേഷൻഷിപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെ ഒരാൾ ഏറ്റെടുത്ത് ചെയ്യണം, ആണുങ്ങൾ ചെയ്യണമെന്നുള്ള ചിന്തയുണ്ട്. അത് കെയറിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ബാക്കിലേക്ക് പോകും കേട്ടോ. ആ ഒരു റിയാലിറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതോടുകൂടെ ഇന്നത്തെ റിയൽ റിയാക്ഷൻ വീഡിയോ അവസാനിക്കുകയാണ്. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.